നമസ്കാരം. ഇന്ന് മുഖങ്ങളിൽ നാം പരിചയപ്പെടുന്നത് ഏറെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെയാണ്. പ്രധാനമായിട്ടും പ്രകൃതി സ്നേഹി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി. അതുപോലെ തന്നെ പ്രകൃതിയെ മാക്സിമം ദൈവത്തിൻ്റെ സ്വന്തം നാട് പോലെ സംരക്ഷിച്ചുകൊണ്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ ശിഷ്ടജീവിതം വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിശിഷ്ടമായിട്ടുള്ള സേവനത്തിനാണ് മുഖങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളിലൂടെ ബ്രിട്ടീഷ് രാജിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ച് വായിക്കുമ്പോഴായാലും ചലച്ചിത്രങ്ങളിലൂടെ കാണുമ്പോഴായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള പല മോശമായിട്ടുള്ള സാഹചര്യങ്ങളെ മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്. ദ പാത്ത് ടു ദ ഹിൽസ് എന്ന പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഏകദേശം 6ഓളം വർഷത്തെ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് സ്വരൂപിച്ചിട്ടുള്ള നമ്മുടെ മൈസൂർ മുതൽ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഹൈറേഞ്ചിനെ കുറിച്ചും ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ അടങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ബ്രിട്ടൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് അത് സമർപ്പിക്കുന്നതിനും അവിടെ ഒരു ഓണർ അദ്ദേഹത്തിന് കിട്ടുന്നതിനൊക്കെ ഇടയാക്കിയ ഒരു പുസ്തകം കൂടിയാണ്. ഇതിൻ്റെ 2ാം വോളിയം ഇപ്പോൾ അദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഉതകുന്ന പുസ്തകം കൂടിയാണ് ദ പാത്ത് ടു ദ ഹിൽസ്. ഹിസ്റ്ററി ഓഫ് ദ പ്ലാന്റേഷൻ ഓഫ് വെസ്റ്റേൺ ഗാട്സ് സദേൺ ഇന്ത്യ, അതുപോലെ തന്നെ എ ജേണി അലോങ് ദ പ്ലാന്റേഷൻസ് ആൻഡ് ഇറ്റ്സ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റേഷനുകൾ വളരെ ഇപ്പോൾ നമുക്കറിയാം പല പ്ലാന്റേഷൻ കോർപ്പറേഷനുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരു പക്ഷേ നിന്ന് പോയേക്കാവുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ബ്രിട്ടീഷുകാർ നമുക്ക് പകർന്നു നൽകിയ ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നീട് വന്നിട്ടുള്ള നമ്മളുടെ ജനാധിപത്യ പ്രക്രിയയിലെ അധികാരികൾ എന്ന് തന്നെ പറയും, അവിടെ വന്നിട്ടുള്ള വീഴ്ചകളും അല്ലെങ്കിൽ അവിടുത്തെ കറപ്ഷനുകളും ഒക്കെ ആ വലിയ ഒരു നേട്ടം നമുക്ക് പണ്ട് നൽകിയിരുന്ന പ്ലാന്റേഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റേഷനിലൂടെയുള്ള നമുക്കൊരു വികസനം നൽകിയിരുന്ന സാധ്യതകളൊക്കെ തകിടം മുറിച്ചുകൊണ്ട് ഇപ്പോൾ റബ്ബർ പ്ലാന്റേഷനുകളായാലും മറ്റ് പ്ലാന്റേഷനുകളൊക്കെ ആയാലും നിന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്ന സാഹചര്യത്തിലാണ്. കാലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കുന്നുകളും മലകളുമൊക്കെ അവരുടെ മേച്ചിൽപ്പുറങ്ങളാക്കി കടന്നു വന്ന ബ്രിട്ടീഷുകാർ പകർന്നു നൽകിയ വളരെ വലിയ ഒരു സാധ്യതകൾ, വികസന സാധ്യതകളെ നമുക്ക് പകർന്നു നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ. ചരിത്ര വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മലയോര മേഖലയെ സ്വർഗമാക്കി മാറ്റിയ ബ്രിട്ടീഷുകാരുടെ താവളങ്ങളെക്കുറിച്ച് ദ പാത്ത് ടു ദ ഹിൽസ് എന്നുള്ള ബുക്കിൻ്റെ ഓതറായ മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശിയായ ജോർജ് എബ്രഹാം സാറാണ് ഇന്ന് മുഖങ്ങളിൽ നമ്മളുടെ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ഏകദേശം ഒരു ദശാബ്ദക്കാലത്തെ ശ്രമമാണ് ഈ ബുക്ക്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഈ ബുക്കിൻ്റെ ഇങ്ങനൊരു ബുക്ക് ചെയ്യുവാനായിട്ട് അങ്ങനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആദ്യം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു 15 വർഷം മുമ്പ് ടൂറിസം മേഖലയിലേക്ക് കടക്കുവാൻ ഇതുപോലെ തന്നെ സാമ്പത്തിക ക്രൈസിസൊക്കെ ഉള്ള എല്ലാത്തിനും വിലയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 98 മുതൽ 2008 വരെ റബ്ബർ തേയിലത്തോട്ടങ്ങളിൽ അടച്ചു പോകുന്ന ഒരു സാഹചര്യം, അടച്ചു കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പീരുമേട് എൻ്റെ വീടിനടുത്തുള്ള സ്ഥലമായിരുന്നുകൊണ്ട് അവിടുത്തെ തോട്ടങ്ങളിലെ ബംഗ്ലാവുകളിൽ എൻ്റെ റിലേറ്റീവ്സ് പലരും ജോലി ചെയ്യുകയും ഞാൻ അവിടെ മിക്കവാറും പോവുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ദുരവസ്ഥ കണ്ടു. ഞാൻ ഇത്രയും നല്ല ബംഗ്ലാവുകൾ വെറുതെ കിടന്ന് നശിക്കുന്ന കണ്ടു. അപ്പം ഒരു ദിവസം ഞാൻ അവിടുത്തെ ജനറൽ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു, 1-2 എണ്ണം ഞാൻ ലീസിനെടുത്ത് നടത്തിയാൽ എനിക്ക് ടൂറിസ്റ്റുകളെ ഫോർട്ട് കൊച്ചി ഭാഗത്ത് നിന്ന് ഹിൽസിലേക്ക് പോകുന്നവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു നല്ല വിശ്വാസം എനിക്കുണ്ടായി. കാരണം ഞാനൊരു ആർക്കിടെക്ചറിൻ്റെ ഒരു ആരാധകനാണ്, എല്ലാ ടൈപ്പ് ആർക്കിടെക്ചറിൻ്റെ. അപ്പം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൊളോണിയൽ ഓർ ഈ ഇംഗ്ലീഷ് സബർബൻ സ്റ്റൈൽസ് എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റൈലിലുള്ള ബംഗ്ലാവുകൾ ഒരുപാടെണ്ണം ഇവിടെയുണ്ട്. എല്ലാം വ്യത്യസ്തത, ഒന്നിനൊന്നും മെച്ചമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിതെടുത്ത് അപ്പോൾ 1-2 ബംഗ്ലാവ്സ് എടുത്തോളാൻ പറഞ്ഞ് ഞങ്ങൾ അവരുമൊക്കെ ആയിട്ട് മാനേജേഴ്സിൻ്റെ കീഴിലൊക്കെ ആയിരുന്നു അന്നത്. എല്ലാം അവരുമായിട്ട് ഞാനൊരു ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഇതെടുത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടി ഒന്ന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഫേർണിച്ചർ, ക്വാളിറ്റി ഈ ഫ്ലോറിങ്സ്, എവ്രിതിങ് എല്ലാം ദാറ്റ്സ് ദെയർ. ബാത്റൂംസിന് മാത്രം അല്പം ബാത്റൂംസ് മാത്രം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തീരുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 4 ബംഗ്ലാവ്സ് എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ട ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ഓടി നടന്ന്, അതായത് ഒരു ബംഗ്ലാവ് 16 കിലോമീറ്റർ 20 കിലോമീറ്റർ ഓട്ട് പെട്ടെന്ന് തന്നെ 2003 മുതൽ 4 മുതലൊക്കെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് ഡെവലപ്പായി.
ഞാൻ അതിനോടനുബന്ധിച്ച് ചെയ്തൊരു കോഫി ടേബിൾ ബുക്ക് ചെയ്തു. പീരുമേട്ടിലെ എല്ലാ ബംഗ്ലാവ്സിൻ്റെയും ഹിസ്റ്ററി എടുത്തിട്ട് അത് ഫോട്ടോഗ്രാഫി ചെയ്ത് ആരുണ്ടാക്കി എന്നുണ്ടാക്കി എന്നുള്ളതെല്ലാം കാണിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കോഫി ടേബിൾ ബുക്ക് ഉണ്ടാക്കി. അന്നെനിക്ക് അന്ന് 5 ലക്ഷം രൂപ മുടക്കുണ്ട് അത് ചെയ്യാൻ തന്നെ. പക്ഷേ അത് വലിയ വിജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ട്രാവൽ ഏജൻസിൻ്റെ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിത് പലയിടത്ത് അയക്കുകയും പുറത്തൊക്കെ ഇത് പോവുകയും ചെയ്തപ്പോൾ ഒരുപാട് വ്യക്തികൾ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ പിന്നിൽ ഞാനൊരു ഹിസ്റ്ററി ഓഫ് പ്ലാന്റേഷൻ ഇതിൻ്റെ ഒരു ചെറിയ രൂപം ഒരു 4 പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 2004-05 നന്നായിട്ട് ഇതങ്ങ് ഡെവലപ്പായി വന്നു. കുറേ വർഷം ഞാനത് ലീസിന് നടത്തുകയും ചെയ്തു. ഇത് വിജയകരമായിട്ട് തന്നെ അത് നടത്തി. ആ സാഹചര്യത്തിൽ പ്ലാന്റേഷൻ ടൂറിസം വളരെ പയ്യെ തലപൊക്കി വരികയും നല്ല രീതിയിൽ തോട്ടം മേഖലയിലുള്ള ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ വരുന്ന ഈ ഫോറിനേഴ്സ് വളരെ നന്നായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പല തോട്ടത്തിലുള്ള ആൾക്കാരോടും പറഞ്ഞു നിങ്ങൾ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞ് കോണ്ടാക്റ്റ് ചെയ്തു. പിന്നെ അത് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന് വളരെ പ്രസക്തി കിട്ടുന്നൊരു കാലത്തിലേക്കാണ് 2009, 8, 7 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടൂറിസത്തിൽ ഏറ്റവും നല്ല കാലങ്ങളായിരുന്നത്. ഏറ്റവും നല്ല കാലമായിരുന്നു. ഈ ഗോഡ്സ് ഓൺ കൺട്രിയുടെ പീക്ക് ചെയ്ത ഒരു ടൈമാണ് 8, 9, 10, 12 വരെയൊക്കെ. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു ചെറിയ ഡെൻറ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡെൻറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 12, 13 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തി കോമ്പറ്റീഷനെ ഞാനതിനെ വിളിക്കുകയുള്ളൂ. ഇപ്പോൾ ശ്രീലങ്ക LTT പ്രോബ്ലം കഴിഞ്ഞപ്പോൾ അവിടെ ഇതിന് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ബംഗ്ലാവ്സ് ഓഫർ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പം വേറെ ഒരുപാട് ഇപ്പോൾ വിയറ്റ്നാമൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒരു ഇന്ത്യ അല്ലാതെ ഒരു രാജ്യം എന്ന് പറഞ്ഞ് ഓഫർ ചെയ്യാൻ പല രാജ്യങ്ങളും അവർ നമ്മളെ ഫോളോ ചെയ്ത് പലതും തുടങ്ങിയതൊക്കെ കുറേ. പിന്നെ ഇപ്പോൾ പണ്ട് ഈ പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ച് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. അപ്പം അതിൻ്റെ മെയിൻ ഗോപൻ സാറ് ഹോങ്കോങ്ങിലാണ്. പുള്ളി പറഞ്ഞ പോലെ അവിടെ വരുന്ന ഗസ്റ്റല്ല ഇവിടെ വരുന്നത്. നമുക്കുള്ള ഗസ്റ്റുകൾ എന്നും നമുക്കുള്ളത് തന്നെയാണ്. നമ്മളുമായിട്ട് ഇന്ത്യയായിട്ട് ഭയങ്കര മാനസിക ബന്ധം യുണൈറ്റഡ് കിങ്ഡത്തിൽ ബ്രിട്ടനായിട്ട് ഉള്ളത് വളരെ വ്യക്തവുമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ഇവിടെ ബ്രിട്ടീഷ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവർക്കതറിയാം. ഈ ബുക്ക് ചെയ്തൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയധികം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് ഈ ബുക്കിലൂടെ മനസ്സിലായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. കാരണം ബ്രിട്ടീഷുകാർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള റെയിൽവേ അടക്കമുള്ള അല്ലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള റബ്ബർ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ ഇൻവോൾവ് ചെയ്തു എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ ആചാരങ്ങളിലേക്കുള്ള അവരുടെ കടന്നുകയറ്റം കുറേയൊക്കെ നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ചെയ്ത സംഭാവനകളെക്കുറിച്ച് ഇന്ന് ഇന്ത്യക്കാർ സ്മരിക്കുന്നുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ ഫീൽഡിൽ ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം വന്നു. അത് ചെയ്ത ആളുവാന്ന് പറയാണ്. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത് നേരെ മുകളിലേക്ക് നമ്മളോട് നോക്കുമ്പോൾ കാണുന്ന ആരുടെ ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ റബ്ബർ കൊണ്ടുവന്ന JJ മർഫിയുടെ കബറുടെ വാക്കാണെന്ന്. നേരെ മുകളിൽ നമ്മളതിൻ്റെ നേരെ താഴെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം അതായത് 1903 എന്ന് വന്ന ചെറിയ ഈ വനം മർഫി എസ്റ്റേറ്റായിട്ട് കൺവേർട്ട് ചെയ്ത ഇന്ത്യയിൽ റബ്ബറിൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ റബ്ബർ കൊണ്ടുവന്ന JJ മർഫിയുടെ തോട്ടത്തിൻ്റെ അരികിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം ചെയ്ത ഒരു ഗ്രേറ്റ് ഫിലാന്ത്രോഫിസ്റ്റായിരുന്നു. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ JJ എല്ലാവരും മർഫി എന്ന് പറയും, JJ എന്ന് വിളിക്കുള്ളൂ. JJ ചെയ്തെന്ന് പറഞ്ഞാൽ 1930s പോപ്പിൻ്റെ ഒരു ചാക്രിയ ലേഖനം വായിച്ചിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് കോളനികളിലെയൊക്കെ അല്ലെങ്കിൽ പോർച്ചുഗലിലൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ അന്ന്. അപ്പം എല്ലാം ഇറ്റ്സ് ഓൾ റിലേറ്റഡ്. കൊളോണിയൽ പവർ ഉള്ളിടത്ത് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത് തികച്ചും ശ്രദ്ധാപൂർവം ആയിരിക്കണമെന്നും അവരെ ചൂഷണം ചെയ്യരുതെന്നും അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണമെന്നൊരു ചാക്രിയ ലേഖനം പോപ്പ് പുറപ്പെടുവിച്ചതിൻ്റെ ഒരൊറ്റ ഇതിൽ അന്നത്തെ കാലം മുതൽ എന്തേർ എസ്റ്റേറ്റിൽ ഹോട്ട് ആൻഡ് കോൾഡ് റണ്ണിങ് വാട്ടർ 1930s ഓർക്കണം. എവിടെയാണ്? കൂലി ലേബർ ലൈനിൽ
മെറ്റേണിറ്റി വാർഡ്, ഹോസ്പിറ്റൽസ്, പ്ലേ ഗ്രൗണ്ട്സ് എന്തിനും അറിയുന്ന കോട്ടയത്തുള്ള ആൾക്കാർ ഏറ്റവും നല്ല ഡോക്ടറെ കാണാൻ റിലേറ്റീവ്സ് ആരെങ്കിലും എന്തേറെ സ്റ്റേറ്റ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് ഇവിടെ വരും. കാരണം ഏറ്റവും നല്ല ഡോക്ടർ ഇവിടുത്തെയാണ്. ജെ എന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് എ ലെജൻഡ് ഇൻ പ്ലാന്റിങ്. അപ്പം ആ നാട്ടിൽ അന്ന് മുതൽ ഇതെൻ്റെ അപ്പൻ പറഞ്ഞു തന്ന കഥകൾ മുഴുവൻ എൻ്റെ തലയിലിരിക്കുക. അപ്പം ഇവർ ചെയ്ത പ്ലസ് പോയിൻറ്റ്സിൻ്റെ ഒരു വലിയ നിര തന്നെ എൻ്റെ കയ്യിലുണ്ട്. അത് ഒരാൾ റബ്ബറിലേ പറഞ്ഞു. രണ്ടാമത്തെ നമുക്കൊന്ന് എടുക്കാമെങ്കിൽ ബേക്കർ ഫാമിലിയെ നമ്മളെങ്ങനെ മറക്കും? കേരളത്തിൻ്റെ സാക്ഷരതയുടെ അവർ തുടങ്ങി വെച്ച 6 പേരെ ഇരുത്തിയ പള്ളിക്കൂടമാണ് ബേക്കർ സ്കൂൾ. അവിടുന്ന് തുടങ്ങിയ മിഷൻ പ്രവർത്തനം മുണ്ടക്കയത്ത് വന്ന് പ്ലാന്റേഴ്സ് ആയിരുന്നു അവരും. എന്തുകൊണ്ടെന്നാൽ മിഷനും പ്ലാന്റിങ്ങും ഇവിടെ അത് എവിടെ എത്തി, അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനം. പിന്നെ കേണൽ ജോൺ മൺറോ, അദ്ദേഹത്തെപ്പറ്റി വളരെ വിശദമായിട്ട് ഞങ്ങളൊരു ഡീപ്പ് റിസർച്ച് സ്കോട്ട്ലൻഡിലൊക്കെ പോയി ചെയ്ത ഒരാളുമായിട്ട് കൊച്ചിൻ റോയൽ ഫാമിലിയിൽ ഞങ്ങൾ കൂടുതൽ അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം പുള്ളിയുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഈ കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന ആൾ പീരുമേടും മൂന്നാറും കണ്ടുപിടിച്ച മനുഷ്യരിലെ JD മൺറോയുടെ വല്യപ്പനാണ്. അതായത് നമ്മുടെ തിരുവിതാംകൂർ മഹാറാണിയുടെ ദിവാൻ. അപ്പം 1811 മുതൽ 15 വരെ. അപ്പം അങ്ങനെ ആ മനുഷ്യനെപ്പറ്റി ഞാൻ ഇന്നലെയും കൂടെ എൻ്റെ പുതിയ ബുക്കിൽ എഴുതിയപ്പം ജെൻറ്റിൽമാൻ അഡ്മിനിസ്ട്രേറ്റർ എന്നായിട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ടാക്സേഷൻ മുതലായ എല്ലാ വിഷയങ്ങളിലും എല്ലാം വളരെ സത്യസന്ധമായിട്ട് ചെയ്തൊരു മനുഷ്യനാണ് കേണൽ ജോൺ മൺറോ. അത് JD മൺറോ പ്ലാന്റിങ്ങിലെല്ലാം. അതിൻ്റെ അപ്പുറം എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഇതാണ്. ജെ ആണെങ്കിൽ അത് ബേക്കർ ഫാമിലി ആണെങ്കിൽ ഒരു തോമസ് ഹെൻറി ബേബർ എന്ന് പറഞ്ഞൊരു സാഹിബുണ്ട്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ പഴശ്ശിരാജയുടെ മരണം റെക്കോർഡ് ചെയ്ത മജിസ്ട്രേറ്റാണ്. ആ മനുഷ്യൻ്റെ അദ്ദേഹത്തോളം മാനസികമായി നമ്മുടെ കേരളീയ ജനത്തിനെ കണ്ട ഒരാൾ കാണില്ല. ഇദ്ദേഹം 1700കളിൽ ഇവിടെ ചാർജ് എടുത്ത് വന്ന ശേഷം ഇദ്ദേഹം തലശ്ശേരി ഭാഗത്ത് മലബാറിൻ്റെ ടോപ്പ് മജിസ്ട്രേറ്റ് ആയിരുന്നു. അവിടുത്തെ നോക്കിയപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് സ്ലേവ്സിനെ മലബാറിലേക്ക് കൊണ്ടുപോയി അവിടെ പലയിടത്തും പണി ചെയ്യിപ്പിക്കുന്നതായിട്ട് പുള്ളി കണ്ടുപിടിച്ചു. ഇദ്ദേഹം മഡ്രോക്ക് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇന്നത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്സിലെയൊക്കെ വലിയ തിമിംഗലങ്ങൾ അപ്പോൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, മഡ്രോക്ക് ബ്രൗൺ സാഹിബ്. ഈ സാഹിബ് അഞ്ചരക്കണ്ടി പ്ലാന്റേഷൻസ് എന്ന് സാറ് കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ സിന്നമൺ പ്ലാന്റേഷനാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആദ്യ തോട്ടം അത് അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സിന്നമൺ പ്ലാന്റേഷനാണ്. അത് തുടങ്ങിയ ആളാണ് അദ്ദേഹം. ആ മനുഷ്യൻ ആണ് ഇവരെ സ്ലേവ്സിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ TH ബേബർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഇറങ്ങി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ റോയൽ നമ്മുടെ ഇവിടെ സ്ലേവറി എല്ലാ കോളനികളിലും നിർത്തണമെന്ന് നിരന്തരമായി എഴുതി ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ എഴുതി അയച്ച് വർഷങ്ങളുടെ പ്രയത്നത്തിൽ 1853 അദ്ദേഹം മരിച്ച് 3 വർഷം കഴിഞ്ഞ് അബോളിഷൻ ഓഫ് സ്ലേവറി ഓൺ ഓൾ കോളനി അതിന് പ്രവർത്തിച്ചാരാന്ന് മനസ്സിലാക്കണം. ഒരു ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ സ്ലേവറിക്കെതിരെ. അപ്പം ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ കളക്ടറായിട്ട് തിരിച്ച് സൗത്ത് കാനറയിൽ വന്നു. പിന്നീട് പുള്ളിയുടെ കൊച്ചുമകൻ ഇപ്പോൾ ഒരു വലിയൊരു ബ്ലോഗറാണ്. അദ്ദേഹത്തിന് അറിയാവുന്നത്ര ഹിസ്റ്ററി കേരളത്തിൻ്റെ ഇവിടെ ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിക് ബാമർ എന്നാണ് പേര്. ഭയങ്കര ബ്ലോഗറാണ്. അപ്പം പുള്ളിയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം, ഇങ്ങനെ പലര് വഴിയും ഒക്കെ. അപ്പം പറഞ്ഞു വരുന്നത് അവർ ചെയ്ത ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നല്ലതും ചീത്തയും ഇല്ലേ? ആ അതല്ലാത്ത സാഹിബ്മാരെയും എനിക്കറിയാം. വളരെയധികം മോശമായ രീതിയിൽ പ്രവർത്തിച്ചവരെ എനിക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു എസ്റ്റേറ്റിലെ കൊക്കയാർ എസ്റ്റേറ്റിലെ
എൽഡറാഡോയിലെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, മെക്പേഴ്സൺ എന്ന് പറഞ്ഞ ഈ മലയുടെ മുകളിൽ കാണുന്നത്. ആ സായിപ്പ് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് പോകുമ്പം രണ്ട് ഭർത്താവും ഭാര്യയും കൂടെ പോകുമ്പം അവരെ ആരും നോക്കുവാണെങ്കിൽ ചൂരൽ ഇങ്ങനെ കയ്യിലുള്ള കുതിരനെ അടിക്കുന്നത് അത് വെച്ച് ജനങ്ങളെ അതിന് ജോലി വഴി നടക്കില്ല അടിക്കുമായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വശം. അപ്പം അങ്ങനത്തെ പക്ഷേ അവർ ചെയ്ത ഒരു പ്രത്യേക ഗുണം എന്നാന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സും മുതലായ സാധനങ്ങളുടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ അവർ നല്ല രീതിയിൽ വെൽ പ്ലാൻഡായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം നമ്മൾ എടുക്കാഞ്ഞത് നമ്മുടെ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ഈ സത്യത്തിൽ ചർച്ചിൽ പറഞ്ഞാണ് നമ്മളൊരു ഡെമോക്രസിക്ക് തയ്യാറായിട്ട് പോലും ഇല്ല. കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം തന്നെ നമ്മളത് കാണുന്നില്ലേ. നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരുപാട് പൊളിറ്റിക്സും കറപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ലോകത്തിൽ കറപ്ഷൻ ഇല്ലാത്ത ഒരു രാജ്യം പോലും കാണില്ല. ഇല്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രദറൻസ്, നമ്മുടെ സഹോദരൻ, നമ്മളെ വോട്ട് ചെയ്ത് കയറ്റുന്നവരും അതേ ഉദ്യോഗസ്ഥരായിട്ട് നല്ല നിലയിലായവരും അവർ നമ്മളോട് എന്നാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വിദേശത്തുനിന്ന് ഇവിടെ വന്ന് ഇൻവെസ്റ്റേഴ്സായിരുന്നു അവർ. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഇൻവെസ്റ്റ് ചെയ്തപ്പം ആൾക്കാരെ നല്ല രീതിയിൽ പണിയിപ്പിച്ച് ജോലി പ്രോഫിറ്റ് എടുക്കുന്നതിൽ ഒരു പരിധി വരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.